സോഷ്യലിസ്റ്റ് ജനതാദൾ യു ലയനം പൂർത്തിയായി. തൃശൂരിൽ നടന്ന ലയന സമ്മേളനത്തിൽ ജനതാദൾ യു സംസ്ഥാന പ്രസിഡന്റായി MP വീരേന്ദ്രകുമാറിനെ തിരഞ്ഞെടുത്തു. വർഗീയതയ്ക്കെതിരെ ദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റ് ഐക്യവുമായി മുന്നോട്ടു പോകുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശരത് യാദവ് പറഞ്ഞു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്ടർ യു അനന്തമൂർത്തി നഗറിൽ നൂറുകണക്കിന് പ്രവർത്തകരെ സാക്ഷിയാക്കി ജനതാദൾ യു ദേശീയ അധ്യക്ഷൻ ശരത് യാദവ് MP വീരേന്ദ്രകുമാറിനെ പതാക കൈമാറിയതോടെയാണ് ലയന പ്രഖ്യാപനം നടന്നത്. BJP ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ ദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റുകളുടെ ഐക്യനിര കെട്ടിപ്പടുക്കുന്ന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ബീഹാർ മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു. Our main motto is to become a very strong opposition party. For success of democracy, a strong opposition is also required. What has happened? BJP has come to power with just 31% of vote, as mentioned by Sarati. BJPയുടെ നേതൃത്വത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സോഷ്യലിസ്റ്റുകളുടെ ലയനം സാധ്യമാകുന്നതെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച MP വീരേന്ദ്രകുമാർ വ്യക്തമാക്കി. ഹൈന്ദവതയുടെ വർഗീയ മുഖം കൂടുതൽ പ്രകടമായി എന്ന് മാത്രമല്ല, കൂടുതൽ ആപൽക്കരമായ ദശാശക്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിൽ ജനിച്ചവന്റെയാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെയോ വിഭാഗത്തിന് അവകാശപ്പെട്ടതല്ല. സോഷ്യലിസ്റ്റുകൾ എന്നും അതിൽ വിശ്വസിച്ചിരുന്നു. ഇന്ന് മതത്തിന്റെ പേരിൽ, ഹൈന്ദവത്വത്തിന്റെ പേരിൽ ഈ സമൂഹത്തെ ഭിന്നിക്കാൻ സംഘടിത ശ്രമം നടത്തുമ്പോൾ അതിനെതിരായുള്ള പോരാട്ടങ്ങൾ അനിവാര്യമാണ്. ജനതാദൾ യു ദേശീയ നേതാക്കളായ ശ്യാം രജക്, നാദേഗൌഡ, അരുൺകുമാർ ശ്രീവാസ്തവ, ജാവേദ് റാസ തുടങ്ങിയവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു. റിപ്പോർട്ടർ തൃശൂർ.